Hello, welcome to PEPP. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ലാസ്റ്റ് ലൈവിൽ നമ്മൾ മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിന്റെ പാർട്ട് 1 എന്ന രീതിയിൽ നിങ്ങൾക്ക് ബ്രേക്ക് ഈവൻ പോയിന്റ്, മാർജിനൽ സേഫ്റ്റി, അതുപോലെയുള്ള കുറേ കേസുകൾ നമ്മൾ ഫണ്ട് ഫ്ലോ, ക്യാഷ് ഫ്ലോ ഒക്കെ നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ അതിൽ കുറച്ചും കൂടി ഡീറ്റെയിൽസ് ആയിട്ട് നമുക്ക് നോക്കാം. ഇന്ന് മാനേജ്മെന്റ് അക്കൗണ്ടിങ് പാർട്ട് 2 ആണ്. ഇനിയും അത് ബേസ് ചെയ്തിട്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ ഭാഗത്ത് നിന്ന്, അതുപോലെ തന്നെ ബ്രേക്ക് ഈവണും മാർജിനൽ ഓഫ് സേഫ്റ്റി, വേരിയൻസ്, മെറ്റീരിയൽ വേരിയൻസ് ഒക്കെ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, റെഡി അല്ലേ? അപ്പോൾ നമുക്ക് തുടങ്ങാം. നോക്കാം, മാച്ച് ലിസ്റ്റ് 1ഉം മാച്ച് ദ ഫോളോയിങ് ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ലിസ്റ്റ് 1 ഉണ്ട്, അതുപോലെ തന്നെ ലിസ്റ്റ് 2 ഉണ്ട് കേട്ടോ. എന്തൊക്കെയാണ്? ഫസ്റ്റ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിനൽ സേഫ്റ്റി, അതുപോലെ തന്നെ മാർജിൻസ് ഓഫ് സേഫ്റ്റി, റേഷ്യോ അനാലിസിസ്, GIT, ജസ്റ്റ് ഇൻ ടൈം അല്ലേ, ജസ്റ്റ് ഇൻ ടൈം സിസ്റ്റം എന്നുള്ളതാണ് മാച്ച് ലിസ്റ്റ് 1. ലിസ്റ്റ് 2 ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്, ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്, അത് ഏത് ബേസ് ചെയ്തിട്ടാണ് വരുന്നത്? അതുപോലെ തന്നെ സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ്, സെയിൽസ് മൈനസ് ബ്രേക്ക് ഈവൻ സെയിൽസ് ഈസ് ഈക്വൽ ടു ഡാഷ് എന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക എന്താണ് വരുന്നത്. ദെൻ control of inventory, then management by exceptional case എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സെപ്ഷണൽ കേസിൽ മാത്രം മാനേജ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതിൽ മാത്രം ഇൻവോൾവ് ചെയ്യുന്ന, ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിനെ മാത്രം ടോപ്പ് ലെവൽ ഇംപ്രൂവ് ചെയ്യുന്ന ആ ഒരു കേസാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഇത് ബേസ് ചെയ്തിട്ടുള്ള മാറ്റ് ദ ഫോളോയിങ് ആണ്. നിങ്ങളൊന്ന് നോക്ക് എന്തായിരിക്കും ഇതിന് വരുന്നുണ്ടാവുക. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, മാർജിൻ ഓഫ് സേഫ്റ്റി, റേഷ്യോ അനാലിസിസ്, ജസ്റ്റ് ഇൻ ടൈം, അതുപോലെയുള്ള ഓപ്ഷൻ ലിസ്റ്റ് 1ഉം 2ഉം ഒന്ന് നോക്കി നോക്കുക, ഒന്ന് നിങ്ങളെ മാർക്ക് ചെയ്യാം. ഓക്കെ, നമുക്ക് ഓരോന്ന് ആദ്യം നോക്കാം എന്താണെന്ന് കേട്ടോ. ഓക്കെ, എന്താ സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്? പ്രീ ഡിറ്റർമിൻ ചെയ്യുക അല്ലെ, ഫ്യൂച്ചറിൽ നമുക്ക് ഉണ്ടാവുന്ന കാര്യം നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ട് ഓരോന്നിനും ഓരോ ടാർഗറ്റ് നമ്മൾ വെക്കുന്നതാണ് എന്താ സ്റ്റാൻഡേർഡ് എന്ന് പറഞ്ഞാൽ. ഓരോ കോസ്റ്റിനും നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ട് വെക്കുന്ന കേസ്. അതാണ് പറയുന്നത് ഇറ്റ്സ് എ പ്രീ ഡിറ്റർമിൻ കോസ്റ്റ് ഫോർ ഇവാലുവേറ്റിംഗ് ദ ആക്ച്വൽ പെർഫോമൻസ് ഫോർ വാട്ട് യു ആർ. നമ്മൾ എന്ത് പർപ്പസിന് വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് യൂസ് ചെയ്യുന്നത്? നമ്മൾ പ്രീ ഡിറ്റർമിൻ കോസ്റ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ടാവും. ദെൻ വി ആർ കമ്പയറിംഗ് വിത്ത് ആക്ച്വൽ പെർഫോമൻസ്. ആക്ച്വൽ പെർഫോമൻസും അതുപോലെ തന്നെ പ്രീ ഡിറ്റർമിൻ ചെയ്തിട്ടുള്ള കോസ്റ്റും തമ്മിൽ നമ്മൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ, വേരിയൻസ് ഉണ്ടോ എന്ന് കാണാനും, ആ വേരിയൻസ് എങ്ങനെയാണ് വന്നിട്ടുള്ളതെന്നും അത് ബേസ് ചെയ്തിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രോസസ് നടത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ആക്ച്വൽ കോസ്റ്റ് ഇൻക്ലൂഡ് ആർ കമ്പയർ വിത്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റ്. ആക്ച്വൽ കോസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റാൻഡേർഡ് കോസ്റ്റിന്റെ കൂടെ കമ്പയർ ചെയ്യും. ദെൻ ദ മെയിൻ പർപ്പസ് ഓഫ് കൺട്രോളിംഗ് കോസ്റ്റ് ബൈ അനലൈസിംഗ് ദ കോസ്റ്റ് ഓഫ് വേരിയൻസ്. നമ്മൾ വേരിയൻസ് എന്തിനതിന്റെ ഡിഫറൻസ് കാണുന്നത്, അതിനുള്ള കാരണം, കോസസ് ഓഫ് വേരിയൻസ് എന്താണെന്നോ അതിനുള്ള അതാത് ബേസ് ചെയ്തിട്ടുള്ള അത് ആ ഒരു കോസസ് കണ്ടെത്തിയിട്ട് അതിനെ ഓവർകം ചെയ്യാനാണ് നമ്മൾ നോക്കേണ്ടത്. അതിന് വേണ്ടിയിട്ടാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. വേരിയൻസ് ആർ റിപ്പോർട്ടഡ് ടു ദ മാനേജ്മെന്റ് ഫോർ റെമഡിയൽ മെഷേഴ്സ്. ഈ ഇങ്ങനെയുള്ള വേരിയൻസ് ആണ് നമ്മൾ ആർക്ക് റിപ്പോർട്ട് ചെയ്യുക? ടോപ്പ് ലെവൽ ആയിട്ടുള്ള മാനേജ്മെന്റിനെ റിപ്പോർട്ട് ചെയ്തിട്ട് അവരാണ് എന്ത് ചെയ്യുന്നത്? റെമഡിയൽ മെഷേഴ്സ് ഇതിന് ബേസ് ചെയ്തിട്ടുള്ള ആ ഒരു കോസസ് ഓവർകം ചെയ്യാനുള്ള ഡിസിഷൻസ് പ്രോസസിങ് ആര് നടത്തും? മാനേജ്മെന്റ് നടത്തും. അതാണ് എന്ത് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ അല്ലേ. നെക്സ്റ്റ് എന്താണ്? മാർജിൻ ഓഫ് സേഫ്റ്റി. നമ്മൾ കഴിഞ്ഞ ലൈവിലും പറഞ്ഞിട്ട് എന്തായിരുന്നു മാർജിൻ ഓഫ് സേഫ്റ്റി? ബ്രേക്ക് ഈവൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രേക്ക് ഈവൻ പോയിന്റ് ദർ ഇസ് നോ ലോസ് നോ കോസ് എന്നുള്ള ആ ഒരു പോയിന്റ് ആണ് ബ്രേക്ക് ഈവൻ പോയിന്റ്. അതിനുശേഷം എത്രമാത്രമാണ് ഓർഗനൈസേഷനിൽ നടത്തിയിട്ടുള്ള സെയിൽസ്, ഇത് തമ്മിലുള്ള ഡിഫറൻസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? മാർജിൻ ഓഫ് സേഫ്റ്റി. എന്താണ്? മാർജിൻ ഓഫ് സേഫ്റ്റി അല്ലേ. അപ്പോ ടോട്ടൽ സെയിൽസിൽ നിന്ന് ബ്രേക്ക് ഈവൻ പോയിന്റ് ലെസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? മാർജിൻ ഓഫ് സേഫ്റ്റി കിട്ടും. നെക്സ്റ്റ് എന്താണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്? റേഷ്യോ അനാലിസിസ് ആണ് അല്ലെ. മാനേജ്മെന്റ് അക്കൗണ്ടിങ്ങിൽ ഒറിസോണ്ടൽ അനാലിസിസും വെർട്ടിക്കൽ അനാലിസിസും ഉണ്ടെന്ന് പറഞ്ഞു അല്ലെ. അതിൽ വെർട്ടിക്കൽ അനാലിസിസിൽ വരുന്ന വേറൊരു ഏരിയയാണ് എന്താ? റേഷ്യോ അനാലിസിസ് എന്ന് പറയുന്നത്. എന്താ റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ? റേഷ്യോ അനാലിസിസ് എന്ന് പറഞ്ഞാൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ബാലൻസ് ഷീറ്റിലും ഉള്ള ഓരോ എലമെന്റ്സ് ബേസ് ചെയ്ത് നമ്മൾ കമ്പയർ ചെയ്തിട്ട് ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സിങ്ങിനും അതുപോലെ തന്നെ ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് എന്താണെന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എസ്റ്റാബ്ലിഷിംഗ് സിഗ്നിഫിക്കന്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, കണ്ടോ എന്താണ് റിലേഷൻഷിപ്പ്? ഐറ്റംസ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്, ഐറ്റം ഡിഫറെന്റ് ഐറ്റംസ്. ഇപ്പൊ കറന്റ് റേഷ്യോ ആണെന്നുണ്ടെങ്കിൽ കറന്റ് അസറ്റും ഉണ്ട്, കറന്റ് ലാബിലിറ്റി ഉണ്ട്. ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ആണെങ്കിൽ ഡെപ്റ്റും ഉണ്ട്, അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും ഉണ്ട്. ഇവരെ തമ്മിലുള്ള റിലേഷൻ കാണാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? റേഷ്യോ അനാലിസിസ് എന്ന്.
ഇതെന്തിനാ യൂസ് ചെയ്യുന്നത്? മീനിങ് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് ദ പെർഫോമൻസ് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് കറക്റ്റ് ആയിട്ട് എന്താണ് ഫിനാൻഷ്യൽ പൊസിഷൻ ഓഫ് ദ ബിസിനസ് മനസ്സിലാക്കാൻ പറ്റും. ഡെപ്റ്റ് എത്രയാണുള്ളത്, ഇക്വിറ്റി എത്രയാണുള്ളത്, ഇക്വിറ്റി ആണോ കൂടുതലുള്ളത്, ഡെപ്റ്റ് ആണോ കൂടുതലുള്ളത്, കറന്റ് അസറ്റ് എത്രമാത്രം കറന്റ് ലാപ്റ്ററി ഓവർകം ചെയ്യാനുള്ള കറന്റ് അസറ്റ് ലിക്വിഡിറ്റി ആയിട്ടുള്ള അസറ്റ് നമ്മൾ ഓർഗനൈസേഷനിൽ ഉണ്ട്. ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ എന്ത് യൂസ് ചെയ്യും? റേഷ്യോ അനാലിസിസ് യൂസ് ചെയ്യും. ഇറ്റ് മേ പ്രോപ്പർലി ആൻ അക്കൗണ്ടിങ് റേഷ്യോ, അല്ലെങ്കിൽ നമ്മൾ എന്ത് പറയും? ഫിനാൻഷ്യൽ റേഷ്യോ എന്നും എന്തിന് പറയുന്നുണ്ട്? റേഷ്യോ അനാലിസിസിന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ ആയത് ജസ്റ്റ് ഇൻ ടൈം അല്ലെങ്കിൽ ജിറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് അല്ലെ. കോസ്റ്റിംഗ് കൂടി വരുന്നതാണ് ഇൻവെന്ററി കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് ജസ്റ്റ് ഇൻ ടൈം എന്നുള്ള പ്രോസസ്സിംഗ് വരുന്നത് അല്ലെ. ജിറ്റ് സിസ്റ്റം ഈസ് അഡ്വക്കേറ്റ് അക്വയറിംഗ് ജസ്റ്റ് ഇനഫ് റിസോഴ്സസ്. നമ്മൾ ഓവർ ആയിട്ട് റിസോഴ്സസ് സ്റ്റോർ ചെയ്യുക അല്ലെങ്കിൽ ഇൻവെന്ററി സ്റ്റോർ ചെയ്യുന്ന രീതി അല്ലാതെ നമ്മൾ എന്ത് ചെയ്യുക, അത് നമുക്ക് എന്താണോ ഡിമാൻഡ് ഉള്ളത് ആ ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടുള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതും ആ ഒരു ടൈമിന് വേണ്ടിയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു സിസ്റ്റമാണ് ജസ്റ്റ് ഇൻ ടൈം യൂസേഴ്സ് എന്ന് പറഞ്ഞാൽ. എലിമിനേറ്റിംഗ് വേസ്റ്റ്. എന്താണ് ഇതിന്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ? വേസ്റ്റ് മിനിമൈസ് ചെയ്യുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഓർഗനൈസേഷനെ കണ്ടിന്യൂസ് ആയിട്ട് ഇംപ്രൂവിങ് ചെയ്യുന്നതും ഏത് മെത്തേഡിൽ പെട്ടതാണ്? ജസ്റ്റ് ഇൻ ടൈമിൽ പെട്ടാണ് അല്ലെ. ഇത് ആദ്യമായിട്ട് വന്നത് ടൊയോട്ട കമ്പനിയാണ്. ആദ്യമായിട്ട് എന്ത് ജസ്റ്റ് ഇൻ ടൈം എന്നുള്ള അവർ ഇപ്പോഴും പ്രൊഡക്ഷൻ സിസ്റ്റം ബേസ് ചെയ്യുന്നത് ഏതാണ്? ജസ്റ്റ് ഇൻ ടൈം ആണ്. എന്താണോ ഓർഡർ, കസ്റ്റമേഴ്സിന്റെ ഓർഡർക്ക് അനുസരിച്ചിട്ട് മാത്രം അവർ പ്രൊഡ്യൂസ് ചെയ്തത് അത് ആ ഒരു ടൈമിൽ കൊടുക്കുന്ന ആ രീതിയാണ്. ബിക്കോസ് ദ കാർ മാനുഫാക്ചർ ടൊയോട്ട അഡോപ്റ്റഡ് ദ സിസ്റ്റം ഓഫ് 1970s ഈ ഒരു ഇൻവെന്ററി മാനേജ്മെന്റ് സിസ്റ്റം ആര് കൊണ്ടുവന്നത്? ജസ്റ്റ് ഇൻ ടൈം എന്നുള്ള ടൊയോട്ട കമ്പനി കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് വരുന്നത്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഉണ്ട്, ജസ്റ്റ് ഇൻ ടൈം ഒക്കെ നമ്മൾ പറഞ്ഞു, മാനേജ്മെന്റ് ബൈ എക്സിബിഷൻ, കൺട്രോൾ ഓഫ് ഇൻവെന്ററി പറഞ്ഞു, സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ, ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിംഗ് എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ എന്തായിരിക്കും സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ? നമ്മൾ പറഞ്ഞില്ലേ എക്സെപ്ഷണൽ കേസിൽ മാത്രമാണ് മാനേജ്മെന്റ് എന്ത് ചെയ്യുന്നത്, ഡിസ്കസ് ചെയ്യാൻ വരുന്നത്. അതുകൊണ്ട് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് എന്താണ്? മാനേജ്മെന്റ് ബൈ എക്സെപ്ഷൻ. ക്ലിയർ ആണല്ലോ. നെക്സ്റ്റ് എന്താ? മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ ടോട്ടൽ സെയിൽസും ബ്രേക്ക് ഇവൻ സെയിൽസും തമ്മിലുള്ള ഡിഫറൻസ് ആണ്. അതാണ് എന്താ? മാർജിൻ ഓഫ് സേഫ്റ്റി. സെയിൽസ് മൈനസ് ബ്രേക്ക് ഇവൻ സെയിൽസ് എന്നുള്ളത് നമ്മൾ എടുക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? റേഷ്യോ അനാലിസിസ് ആണ്. നമ്മൾ പറഞ്ഞു റേഷ്യോ അനാലിസിസ് എന്താണ്? ടു കമ്പയറിംഗ് ദ ഫിനാൻഷ്യൽ പൊസിഷൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റേഷ്യോ അനാലിസിസ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഫിനാൻഷ്യൽ റേഷ്യോ, അക്കൗണ്ടിംഗ് റേഷ്യോ എന്നൊക്കെ നമ്മൾ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റേഷ്യോ അനാലിസിസ്, ഫിനാൻഷ്യൽ ഫോർകാസ്റ്റിംഗ് ആൻഡ് പ്ലാനിങ്. എന്തിനാണ് നമ്മൾ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ് ചെയ്യാനും പ്ലാൻ ചെയ്യാനും കറക്റ്റ് ആയിട്ട് പ്ലാൻ ചെയ്യാനാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്? ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യുന്നത്. ദെൻ ജസ്റ്റ് ഇൻ ടൈം ആണ്. ജസ്റ്റ് ഇൻ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഇൻവെന്ററി നമ്മൾ എന്ത് ചെയ്യാ, മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും അതാത് ടൈമിൽ യൂസ് ചെയ്യുന്ന രീതിയാണ്. അപ്പൊ അതാണ് എന്ത്? കൺട്രോൾ ഓഫ് ഇൻവെന്ററി എന്ന് നമ്മൾ പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഓക്കെ, അപ്പൊ ഇതാണ് ഇതിന്റെ ആൻസർ. ഓപ്ഷൻ എ ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. 1 is 4, 2 is 2, 3 is 1 and 4 is 3. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നത്. നിങ്ങൾ ഇതുപോലെ തന്നെ ചെയ്തിട്ടുണ്ടപ്പോ ഓരോന്നും കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കുക കേട്ടോ. സ്റ്റാൻഡേർഡ് ഓഫ് കോസ്റ്റിംഗ് ഇത് നോക്കുക, നിങ്ങൾ എന്താണ് വാരിയൻസ് ആണ്, നമ്മൾ അതിന്റെ ഫോർമുലാസ് ഒക്കെ പഠിക്കുക. പക്ഷെ അതിനും കുറച്ചും കൂടി ഡെപ്ത് ആയിട്ടാണ് ഇപ്പോഴത്തെ ചോദ്യങ്ങൾ വരുന്നത്. അതുകൊണ്ട് നിങ്ങൾ എന്താക്കുക, അതിന്റെ കൂടെ മനസ്സിലാക്കുക. ഓക്കെ, next question, second question. If activity ratio of a firm is 80% and capacity ratio is 120%, find out the efficiency ratio. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? ആക്ടിവിറ്റി റേഷ്യോ തന്നിട്ടുണ്ട്, കപ്പാസിറ്റി റേഷ്യോ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് എന്താ കാണാൻ പറഞ്ഞത്? എഫിഷ്യൻസി റേഷ്യോ ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ എ 150%, ഓപ്ഷൻ ബി 100%, option C 80%, option D 66.67%. ഒന്ന് നോക്കി നോക്കുക എന്താ. What do you mean by activity ratio? What do you mean by capacity ratio? And what do you mean by efficiency ratio? First of all, നമ്മൾ അതിനെ പറ്റി മനസ്സിലാക്കണം എന്താണ് അത് എന്ന് അല്ലേ. What do you mean by activity ratio? റേഷ്യോ അനാലിസിസിൽ മെയിൻ ആയിട്ട് വരുന്നതാണ് എന്ത്? ആക്ടിവിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ അല്ലേ. It is a financial metric that indicate how efficiently a company leverage the asset on its balance sheet and to generate revenue. എങ്ങനെയാണ് ഫിനാൻഷ്യൽ കമ്പനി ലെവറേജ് അസറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, എഫിഷ്യൻസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അത് അതിൽ കൂടെ എങ്ങനെയാണ് റവന്യൂ ആൻഡ് ക്യാഷ് ജനറേറ്റ് ചെയ്യുന്നതാണ് എന്ത് നോക്കുന്നത്? ആക്ടിവിറ്റിയിൽ നോക്കുന്നത്. ഹൗ ഈ കമ്പനി ഹാൻഡിൽ ഇൻവെന്ററി മാനേജ്മെന്റ് എങ്ങനെയാണ് കമ്പനി ഹാൻഡിൽ ചെയ്യുന്നത്? ഇൻവെന്ററി മാനേജ്മെന്റ് ടേൺ ഓവർ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ, അതുപോലെ തന്നെ സ്റ്റോക്ക് ടേൺ ഓവർ ബേസ്
ചെയ്ത കാര്യങ്ങൾ. ഇറ്റ് ഷോ ഹൗ എഫക്റ്റീവ്ലി എ ഫേം യൂസേഴ്സ് ഇസ് അവൈലബിൾ റിസോഴ്സ്. എങ്ങനെയാണ് എഫക്റ്റീവ്ലി ആയിട്ട് ആ ഫേം ആ ഒരു റിസോഴ്സ് എങ്ങനെയാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത്, ഏത് രീതിയിലാണ് യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളതും എന്നുണ്ടാക്കാൻ പറ്റും. ഈ ഒരു ആക്ടിവിറ്റി റേഷ്യോ, ഒരു ബിസിനസ് ഓപ്പറേഷൻ എന്താണോ ആ ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് എന്തൊക്കെയാണോ ഫേമിൽ നടക്കുന്നത് അത് ബേസ് ചെയ്തിട്ടുള്ള റേഷ്യോ ആണ് എന്ത്, ആക്ടിവിറ്റി റേഷ്യോ. ആക്ടിവിറ്റി റേഷ്യോന് വേറൊരു പേരാണ് എന്ത്, എഫിഷ്യൻസി റേഷ്യോ എന്ന് പറയുന്നത്. എന്താ എഫിഷ്യൻസി റേഷ്യോ? എഫിഷ്യൻസി റേഷ്യോ ഈസ് ഹൗ എഫിഷ്യന്റ്ലി കമ്പനി യൂസസ് ഇസ് അസറ്റ് ആൻഡ് ലയബിലിറ്റി ജനറേറ്റ് സെയിൽസ് ആൻഡ് മാക്സിമസ്. തന്നെ എന്താണ് അവിടെയുള്ള അസറ്റും ലയബിലിറ്റീസും എങ്ങനെയാണ് ആ കമ്പനി മാനേജ് ചെയ്തത്, യൂസ് ചെയ്തത്, അതിൽ കൂടി എങ്ങനെയാണ് പ്രോഫിറ്റ് ഉണ്ടാക്കിയത്, റവന്യൂസ് ഉണ്ടാക്കിയത്, എങ്ങനെയാണ് അവര് സെയിൽസ് കൂട്ടിയിട്ടുള്ളത്, മാക്സിമം പ്രോഫിറ്റ് എങ്ങനെ ജനറേറ്റ് ചെയ്തു, ഇതൊക്കെയാണ് എന്താക്കുന്നത് എഫിഷ്യൻസി റേഷ്യോയിൽ നമ്മൾ പറയുന്നത്. ഓക്കെ, അപ്പോ ഇതിന് ബേസ് ചെയ്ത് വരുന്നതാണ് എന്താ ഞാൻ പറഞ്ഞത്, എന്ത് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ എന്ന് പറയും, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ക്രെഡിറ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, അതുപോലെ തന്നെ വർക്കിംഗ് ക്യാപിറ്റൽ ടേൺ ഓവർ റേഷ്യോ. ഓക്കെ, ഇതാണ് എന്ത് എഫിഷ്യൻ. അപ്പൊ ആക്ടിവിറ്റി റേഷ്യോയിൽ പെടുന്നതാണ് എന്ത് എഫിഷ്യൻസി റേഷ്യോ. അതുകൊണ്ട് തന്നെ ആക്ടിവിറ്റി റേഷ്യോ ഇസ് ഈക്വൽ ടു എന്ത് വരും, എഫിഷ്യൻസി റേഷ്യോ അല്ലെ, കപ്പാസിറ്റി റേഷ്യോ ഇൻറ്റു എഫിഷ്യൻസി റേഷ്യോ തമ്മിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ആക്ടിവിറ്റി റേഷ്യോ കിട്ടും. ഓക്കെ, അപ്പൊ അതിൽ നിന്ന് നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് ആക്ടിവിറ്റി റേഷ്യോ പറഞ്ഞു തന്നിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താണ് കപ്പാസിറ്റി റേഷ്യോ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എന്താ ഇല്ലാത്തത്, എഫിഷ്യൻസി റേഷ്യോ ആണ് നമുക്ക് അറിയാത്തത് അല്ലെ. അപ്പൊ എഫിഷ്യൻസി റേഷ്യോ കാണാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, എഫിഷ്യൻസി റേഷ്യോ ഈസ് ഈക്വൽ ടു ആക്ടിവിറ്റി റേഷ്യോ ഡിവൈഡഡ് ബൈ കപ്പാസിറ്റി റേഷ്യോ ചെയ്താൽ മതി. അപ്പൊ എന്ത് ചെയ്യും, എഫിഷ്യൻസി റേഷ്യോ എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നിട്ടുണ്ട് ആക്ടിവിറ്റി റേഷ്യോ എത്ര ആയിരുന്നു നമുക്ക് പറഞ്ഞത്, ഇതില് ആക്ടിവിറ്റി റേഷ്യോ 80% ആണ്. അതുപോലെ തന്നെ കപ്പാസിറ്റി റേഷ്യോ എത്രയാണ്, 120% ആണ്. അപ്പൊ ഇത് ബേസ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും, 66.67% എന്നുള്ളത് കിട്ടും. ഓക്കെ, അതാണ് അതിന്റെ ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി ആണ് എന്ത്, 66.67%. ഇപ്പൊ ആക്ടിവിറ്റി റേഷ്യോ ഇസ് ഈക്വൽ ടു എന്താണ്, കപ്പാസിറ്റി റേഷ്യോ ഇൻറ്റു എഫിഷ്യൻസി റേഷ്യോ എന്നാണ്. ഓക്കെ, നെക്സ്റ്റ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ, തേർഡ് ക്വസ്റ്റ്യൻ കറന്റ് റേഷ്യോ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. കറന്റ് റേഷ്യോ കാണുമ്പോൾ നമുക്കൊരു സമാധാനം. എന്താ കറന്റ് റേഷ്യോ, എല്ലാവരും എപ്പോഴും പഠിക്കുന്നതാണ് എന്ത്, കറന്റ് അസറ്റ് ഡിവൈഡഡ് ബൈ കറന്റ് ലാബിലിറ്റി എന്നാണ് അത് പറയുന്നത്. എന്നാൽ ചോദ്യം നോക്കാം നമുക്ക്, എന്താണ് when current ratio is 2:1, current ratio 2:1 ആണെങ്കിൽ if there are equal increases in current asset and current liability, current assetലും current liabilityയും increase ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ then what would be the result, എന്തായിരിക്കും അതിന്റെ റിസൾട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, കറന്റ് റേഷ്യോ 2:1 ആണ്. ഇനി കറന്റ് അസറ്റും കറന്റ് ലാബിലിറ്റിയും ഈക്വൽ ആയിട്ട് പിന്നെ ഇൻക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ വരുന്ന അതെന്താണ്, അപ്പൊ എന്താണ് റിസൾട്ട് വരിക എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇവിടെ ഓപ്ഷൻസ് നോക്കിയാൽ നമുക്ക് നോ ചേഞ്ച് ഇൻ കറന്റ് റേഷ്യോ, കറന്റ് റേഷ്യോയിൽ ചേഞ്ച് വരുന്നില്ല. ഇൻക്രീസ് ഇൻ കറന്റ് റേഷ്യോ ഇൻക്രീസ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. ഡിക്രീസ് ഇൻ കറന്റ് റേഷ്യോ, ഓപ്ഷൻ സി ഡിക്രീസ് ഇൻ കറന്റ് റേഷ്യോ, അവിടെ കറന്റ് റേഷ്യോ ഡിക്രീസ് ചെയ്യും എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ്, കറന്റ് റേഷ്യോ വിൽ ഡബിൾ ചെയ്യും എന്നും പറയുന്നുണ്ട്. അപ്പോൾ കറന്റ് റേഷ്യോ ഒരു ചേഞ്ചും വരില്ല, കറന്റ് റേഷ്യോ ഡബിൾ ചെയ്യും എന്ന് പറയുന്നുണ്ട്, ഡിക്രീസ് ഇൻ കറന്റ് റേഷ്യോ അതുപോലെ തന്നെ ഇൻക്രീസ് ഇൻ കറന്റ് റേഷ്യോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് വരിക. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഒരു എക്സാമ്പിൾ ഒക്കെ ബേസ് ചെയ്താൽ നമുക്ക് കറക്റ്റ് മനസ്സിലാവും. First of all, we want to understand what you mean by current ratio. What do you mean by current ratio? Current ratio എന്ന് പറഞ്ഞാൽ എന്താണ്? It is a relationship between current asset and current liability. Current asset ഉം current liability തമ്മിലുള്ള ഡിഫറൻസ് ആണ് എന്ത്, കറന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ. എന്താ ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് എന്താണ്, ഷോർട്ട് ടേം ഒബ്ലിഗേഷൻസ്. എന്താണ് ഓർഗനൈസേഷന്റെ ഷോർട്ട് ടേം ഒബ്ലിഗേഷൻ, ഷോർട്ട് ടേം ഫിനാൻഷ്യൽ സ്ട്രെങ്ത് ഓഫ് ദ ബിസിനസ് ഓർഗനൈസേഷൻ ഓർ സോൾവൻസി ഓഫ് ദി ഷോർട്ട് ടേം ആയിട്ട് കറന്റ് ലാബിലിറ്റി കവർ ചെയ്യാൻ മാത്രം കറന്റ് അസറ്റ് ഉണ്ടോ എന്ന് നോക്കുന്നതാണ് എന്ത്, കറന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ. ടു മെഷർ ദ സേഫ്റ്റി ഓഫ് മാർജിൻ അവൈലബിൾ ഫ്രം, ഒരു സേഫ്റ്റി ഓഫ് മാർജിൻ ഷോർട്ട് ടേം എന്താണ് വിത്തിൻ ദ 1 ഇയറിന്റെ ഉള്ളിൽ സേഫ്റ്റി ആണോ, സോൾവൻസി എഫിഷ്യന്റ് സോൾവൻസി ആണോ നമ്മളെ ഓർഗനൈസേഷനിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കാനാണ് എന്ത് നമ്മൾ ഇത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഐഡിയൽ ആയിട്ട് പറയുന്ന ഒരു റേഷ്യോ ആണ് 2:1 കറന്റ് റേഷ്യോ എന്ന് പറയുന്നത്. tell investors എന്ത് കിട്ടും, analyzes how a company can minimize the current asset.
on its balance sheet to satisfy the current debt and other payable. Current debtഉം current payablesഉം ഒക്കെ റെഡി ആക്കാൻ എന്താക്കണം, ഇതിന് സാധിക്കൂ എന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അപ്പൊ കറന്റ് അസറ്റ് സപ്പോസ് എന്താണ്, കറന്റ് അസറ്റ് ഈസ് ₹4 lakh ആണെന്ന് വിചാരിക്കാം. കറന്റ് ലാബിലിറ്റീസ് ₹2 lakh ആണ്. ഓക്കെ, അപ്പൊ എന്താ അതിന്റെ റേഷ്യോ വരുന്നത്? കറന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? 2:1 ആണ്. കറന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ 2:1 ആണ്. ഇനി നമ്മള് now let us increase the current asset. Current asset ഉം current liability നമ്മൾ 1 lakh increase ചെയ്തു എന്ന് പറഞ്ഞാൽ 4 lakh ഉള്ളത് എന്താവും? 5 lakh എന്നാവും. അതുപോലെ തന്നെ കറന്റ് ലയബിലിറ്റി 2 lakh എന്നുള്ളത് എന്താവും? 3 lakh എന്നാവും. അപ്പൊ എന്താ ഇതിന്റെ റേഷ്യോ വരിക? 5 lakh divided by 3 lakh ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 1.6:1 ആണ് കിട്ടുന്നത്. 1.6:1. അപ്പോ നമ്മൾ നോക്ക്, ഇവിടെ കറന്റ് റേഷ്യോ ഫസ്റ്റ് നമ്മൾ 2:1 ആണ്. ക്വസ്റ്റ്യൻ അതായിരുന്നു അല്ലെ? അപ്പൊ കറന്റ് റേഷ്യോ ഇൻക്രീസിങ്, ഈക്വൽ ഇൻക്രീസ് ഇൻ കറന്റ് അസറ്റ് ആൻഡ് കറന്റ് ലയബിലിറ്റി. ഇവിടെ കറന്റ് അസറ്റും കറന്റ് ലയബിലിറ്റിയും 1 lakh ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? 1 lakh ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അപ്പോൾ ദർ ഇസ് ഇൻക്രീസ് ഇൻ കറന്റ് റേഷ്യോ ആണോ, ഡിക്രീസ് in current ratio ആണോ, there is no change in current ratio ആണോ, or double the current ratio ആണോ? എന്താ അവിടെ സംഭവിച്ചത്? നിങ്ങൾ നോക്കി നോക്ക്. 2:1 നിന്ന് ഏതിലേക്ക് മാറി? 1.6:1 എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിക്രീസ് ഇൻ കറന്റ് റേഷ്യോ ആണ് സംഭവിച്ചത് അല്ലെ? അപ്പൊ എന്താ ഇവിടെ പറയുന്നത്? when കറന്റ് അസറ്റ് ഇങ്ങനെ ഈക്വൽ ആയിട്ട് ഇൻക്രീസ് ചെയ്താലും അവിടെ എന്ത് ചെയ്യും? 2:1 നിന്ന് അത് 1.6:1 മാറി. അതിന്റെ അർത്ഥം എന്താണ്? ഡിക്രീസ് ഇൻ കറന്റ് റേഷ്യോ. ഓപ്ഷൻ സി ആണ് ഇതിന്റെ ആൻസർ. നെക്സ്റ്റ് ഫോർത്ത് വൺ നമുക്ക് നോക്കാം. ഇതും മാച്ച് ദ ഫോളോയിങ് ആണ്. അപ്പോൾ ഒരു റേഷ്യോ അല്ല, പല റേഷ്യോസും ആണ് ചോദിക്കുന്നത് അല്ലെ? അതും ഡെപ്ത് ആയിട്ടാണ് ചോദ്യം വരുന്നത്. നോക്കാം, നമുക്ക് ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് നോക്കാം കേട്ടോ. എന്താ? മാച്ച് ദ ഫോളോയിങ് ആണ് ഇവിടെയും. ഇൻഎബിലിറ്റി ടു പേ ഇൻട്രസ്റ്റ്. ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ള എബിലിറ്റി ഇല്ല. ലിക്വിഡിറ്റി ക്രൈസിസ്, അവിടെ എന്തില്ല, നമുക്ക് ഈസിലി കൺവേർട്ടഡ് ഇൻ ടു ക്യാഷ് എന്നുള്ള ഒരു ക്യാഷ് ഇല്ലാത്തൊരു അവസ്ഥ ഫേമിൽ ഉണ്ടാകുന്നതാണ് ലിക്വിഡിറ്റി ക്രൈസിസ്. ദെൻ ഇൻഎഫിഷ്യന്റ് കളക്ഷൻ ഓഫ് റിസീവബിൾ, കറക്റ്റ് ആയിട്ട് എന്താക്കുന്നില്ല, ബിൽസ് റിസീവബിൾ ഒന്നും കറക്റ്റ് ആയിട്ട് നമ്മൾ കളക്ട് ചെയ്തിട്ടില്ല. Then return of shareholders fund being much higher than the overall return on investment. Return shareholders fund എന്താണ്, ഓവറോൾ റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റിനേക്കാളും ഹയർ ദാൻ ആണ് റിട്ടേൺ ഓഫ് ഷെയർഹോൾഡേഴ്സ് ഫണ്ട് എന്നാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ഇത് ബേസ് ചെയ്തുള്ള റേഷ്യോസ് ആണ് ഇവിടെ ഉള്ളത്. കറന്റ് റേഷ്യോ, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ അല്ലെ, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. അപ്പൊ ഏതാണ് ഇതിൽ വരുന്നത് എന്നാണ് നമ്മളോട് ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് കറന്റ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, കറന്റ് അസറ്റും കറന്റ് ലാബിലിറ്റിയും തമ്മിലുള്ള റിലേഷൻ ആണ് അല്ലെ. അവിടെ എന്താ പറയാ, അവിടെ ലാബിലിറ്റി ഒരു ഷോർട്ട് ടേം പോയിന്റ് വ്യൂല് നമുക്ക് ഈസി ആയിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ അല്ലെങ്കിൽ അത് മീറ്റ് ചെയ്യാനുള്ള കപ്പാസിറ്റി കറന്റ് അസറ്റ് ഉണ്ടോ എന്ന്, ലിക്വിഡിറ്റി ഉണ്ടോ നോക്കുന്നതാണിത് കറന്റ് റേഷ്യോ. അപ്പൊ കറന്റ് റേഷ്യോ എന്ന് പറയുമ്പോൾ ലിക്വിഡിറ്റി ക്രൈസിസ് ആയിട്ട് വരും. അതാണ് ഇവിടെ പറയുന്നുണ്ട്. കറന്റ് അസറ്റ് കറന്റ് ലാബിലിറ്റി ഐഡിയൽ റേഷ്യോ 2:1 ആണ്. അപ്പൊ ഹയർ ദ ഗ്രേറ്റർ ദ ഫോം എബിലിറ്റി മീറ്റ്, കറക്റ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മീറ്റ് ചെയ്യാൻ സാധിക്കും. അതാണ് എന്ത് കറന്റ്. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ലിക്വിഡിറ്റി ക്രൈസിസ് ഉണ്ടോ ഇല്ലേ നോക്കാനാണ്. അതുകൊണ്ടാണ് കറന്റ് റേഷ്യോനെ പറയുന്നത് വേറൊരു പേരാണ് എന്ത്, വർക്കിംഗ് ക്യാപിറ്റൽ റേഷ്യോ അല്ലെങ്കിൽ എന്ത് പറയും, ബാങ്കേഴ്സ് റേഷ്യോ. എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം, ഈ ലിക്വിഡിറ്റി ക്രൈസിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതുകൊണ്ടാണ് ആ ഒരു രീതി വരുന്നത്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ്, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ റിസീവബിൾ ടേൺ ഓവർ റേഷ്യോ. ഡെപ്റ്റേഴ്സ് അല്ലെ, ക്രെഡിറ്റിന് സെയിൽസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിലാണ് അതിന്റെ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്ത് കിട്ടുന്നത്. ആ ഒരു ടൈം എടുക്കുന്നതിൽ ബിൽസ് കൊടുക്കുന്നുണ്ടാവും അല്ലെ. ഒരു certain ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, ക്യാഷ് അടക്കും എന്നുള്ള രീതിയിൽ ബിൽസ് റിസീവബിൾ അപ്രോച്ചസ് ഉണ്ട്. അപ്പൊ ഇതൊക്കെ ബേസ് ചെയ്തിട്ട് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ അല്ലെങ്കിൽ അക്കൗണ്ട് റിസീവബിൾ റേഷ്യോ ഇൻഡിക്കേറ്റ് ദ ടോട്ടൽ നമ്പർ ഓഫ് ടൈംസ് ഡെപ്റ്റേഴ്സ് ആർ ചേഞ്ച്ഡ് ഇൻ ടു കേസ്. ഒരു ഫിനാൻഷ്യൽ ഇയറിൽ എത്ര ടൈം, എത്ര പ്രാവശ്യം, എത്ര ടൈംസിൽ ഡെപ്റ്റേഴ്സ് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ആ ഒരു ടൈം എത്ര വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കാനാണ് എന്ത് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നമ്മൾ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നെറ്റ് ക്രെഡിറ്റ് സെയിൽസ് ഡിവൈഡഡ് ബൈ ആവറേജ് ഡെപ്റ്റേഴ്സ് ഇൻ പ്ലസ് ആവറേജ് ബിൽസ് റിസീവബിൾ ആണ് എന്ത് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ എന്ന് പറഞ്ഞാൽ. എ കമ്പനി കമ്പയർ ഇറ്റ്സ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ വിത്ത് എ കമ്പനി ദാറ്റ് സിമിലർ ബിസിനസ് ഓപ്പറേഷൻ. നമ്മൾ
എന്ത് ചെയ്യും? എന്തിനാ ഇങ്ങനെ കാണുന്നത്? നമ്മൾ ഇതേപോലെയുള്ള വേറെ ഇൻഡസ്ട്രീസിലുള്ള വേറൊരു ബിസിനസ് ഉണ്ടെങ്കിൽ അവർ തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കാം. എത്ര വട്ടം നമ്മളെ ഓർഗനൈസേഷനിൽ നമ്മളെ ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്ത ഡെപ്റ്റേഴ്സ് എത്ര ടൈംസിൽ ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ ഇൻറ്റു ക്യാഷ് ആവുന്നുണ്ട്. അതുപോലെ തന്നെ അതർ കമ്പനി ഇതേ രീതിയിലുള്ള വേറൊരു ബിസിനസ്സിൽ എത്ര ടൈം എടുക്കുന്നുണ്ട് എന്ന് കമ്പയർ ചെയ്യാനും അതുപോലെ തന്നെ നല്ല രീതിയിലുള്ള ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ് നടത്താനൊക്കെ എന്താക്കും? ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ആണ് ഇത് കവറേജ് റേഷ്യോ. കവറേജ് റേഷ്യോ പലതരത്തിലുണ്ട്. ഡിവിഡൻഡ് കവറേജ് റേഷ്യോ, ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ. ഇങ്ങനെ എന്താണ് ഇൻട്രസ്റ്റ്? നമുക്കത് ഇൻട്രസ്റ്റ് ഒക്കെ പേ ചെയ്യാൻ സാധിക്കൂ എന്ന് നോക്കുന്നതാണ് കവറേജ് റേഷ്യോ. യൂസ് ടു ടെസ്റ്റ് ദ ഫേം ഡെപ്റ്റ് സെർവിംഗ് കപ്പാസിറ്റി. എന്ത് ചെയ്യും? ഡെപ്റ്റ് അല്ലെ, ഡെപ്റ്റ് പേ ചെയ്യാനുള്ള അത് ഉണ്ടോ എന്ന് നോക്കുന്നതാണ് ഡെപ്റ്റ് സേവിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. മീൻസ് ദ എബിലിറ്റി ടു മേക്ക് പീരിയോഡിക് പേയ്മെന്റ് ഓഫ് ഇൻട്രസ്റ്റ് ആൻഡ് പ്രിഫറൻസ്. ഇപ്പൊ ഇൻട്രസ്റ്റ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഇൻട്രസ്റ്റ് പേ ചെയ്യാൻ കഴിയുമോ? ഇനി ഡിവിഡൻഡ് ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് പ്രിഫറൻസ് ഡിവിഡൻഡ് കൊടുക്കാൻ സാധിക്കുമോ? ഇങ്ങനെയുള്ള കേസ് നോക്കുന്നുണ്ട് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? EBIT ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ്, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് ആണ് എന്ത് വരുന്നത്? അവിടെയുള്ള പ്രോഫിറ്റും ഇൻട്രസ്റ്റും കൂടി കമ്പയർ ചെയ്തിട്ടാണ് മനസ്സിലാക്കുന്നത് അവിടെ ഇതിനുള്ള കപ്പാസിറ്റി ഉണ്ടോ, അതിനുള്ള കവറേജ് ഉണ്ടോ എന്ന് നമ്മൾ മനസ്സിലാക്കി. It is used by creditors and prospective lenders to assess the risk of lending capital of a firm എന്നുള്ള രീതിയിൽ വരുന്നത്. ഓക്കെ, അപ്പൊ ഇനി അതുപോലെ തന്നെ വേറൊരു ഓപ്ഷൻ ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. എന്താ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ? ഡിബെഞ്ചറും ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും തമ്മിൽ എന്ത് ചെയ്യുക? അവിടെ കമ്പയർ ചെയ്തിട്ട് അവിടെ എത്രമാത്രം ഡിബെഞ്ചർ ഉണ്ട് അല്ലെങ്കിൽ എത്രമാത്രം ഡെപ്റ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും കമ്പയർ ചെയ്യുന്ന ഒരു ഏരിയ ആണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. ദ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഇസ് എ ഫിനാൻഷ്യൽ റേഷ്യോ indicating the relative proportion of shareholders equity and debt used to finance a company asset. കമ്പനി അസറ്റിനെ റിലേറ്റ് ചെയ്യാൻ. അപ്പോൾ ഡിബെഞ്ചറും അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും കമ്പയർ ചെയ്യും അല്ലെ. ലോങ് ടേം ആയിട്ടുള്ള ഡിബെഞ്ചറും അതുപോലെ തന്നെ ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സും കമ്പയർ ചെയ്യുന്നതിനാണ് ഇത് പറയുന്നത് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കി നോക്കാം എങ്ങനെയാണ് ഇത് വരുന്നത്. ഇൻഎബിലിറ്റി ടു പേ ഇൻട്രസ്റ്റ് നമ്മൾ പറഞ്ഞല്ലോ ഇൻട്രസ്റ്റ് കവറേജ് ആണ് അല്ലെ. എന്താ ഇൻട്രസ്റ്റ് കവറേജ്? ഇൻഎബിലിറ്റി ടു പേ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ് അല്ലെ. അപ്പൊ 1:3 ആണ് വരുന്നത്. നെക്സ്റ്റ് ലിക്വിഡിറ്റി ക്രൈസിസ്, കറന്റ് റേഷ്യോ, കറന്റ് അസറ്റ് ആൻഡ് കറന്റ് ലാബിലിറ്റി കമ്പയർ ചെയ്യുന്നുണ്ട്. ലിക്വിഡിറ്റി ക്രൈസിസ് ഉണ്ടോ എന്ന് നോക്കുന്നത് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്താണ് കറന്റ് റേഷ്യോ എന്ന് പറയുന്നത്? എന്താണ്? ലിക്വിഡിറ്റി ക്രൈസിസ് ആണ്. ഇൻഎഫിഷ്യന്റ് കളക്ഷൻ ഓഫ് റിസീവബിൾ, ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ, ഹൗ മെനി ടൈംസ് എന്ത് ചെയ്യുന്നുണ്ട് ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ അത് ബിൽസ് റിസീവബിൾ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട് അറ്റ് ഫിനാൻഷ്യൽ ഇയർലി എന്ന് നോക്കുന്നതാണ് ഡെപ്റ്റേഴ്സ് ടേൺ ഓവർ റേഷ്യോ നമ്മൾ പറഞ്ഞു. അപ്പൊ ഇൻഎഫിഷ്യന്റ് കളക്ഷൻ ഓഫ് റിസീവബിൾ, ഇൻഎഫിഷ്യന്റ് കളക്ഷൻ ഓഫ് റിസീവബിൾ ആണ് അതിന്റെ ആൻസർ വരുന്നത്. Then return of shareholders fund being much higher than overall the return of the investment. ഡെപ്റ്റും ഡിബെഞ്ചറും ഇക്വിറ്റിയും കൂടി കമ്പയർ ചെയ്യുന്ന ആ ഒരു ഫോർമുലയാണ് എന്ത്? ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 1 എന്താണ്? 3, 2 is 1, 3, 2, 4, 4 എന്നുള്ള ഓപ്ഷൻ എ ആണ് എന്താക്കുന്നത് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, next, 5th question. Answer the correct material usage variance from the informations given below. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗിൽ വരുന്ന ഒരു കാര്യമാണ് എന്ത്? വേരിയൻസ് മനസ്സിലാക്കാന്നല്ലേ. അത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലാബർ മെറ്റീരിയൽ നമുക്ക് കോസ്റ്റിംഗ് ബേസ് ചെയ്ത് നമുക്ക് അറിയാം. കോസ്റ്റ് എലമെന്റ്സ് ബേസ് ചെയ്തിട്ട് മെറ്റീരിയൽ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ലാബർ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഓവർ ഹെഡ്സുകളൊക്കെ വരുന്നുണ്ട്. അപ്പൊ ഇതിന്റെ വേരിയൻസ് നമ്മൾ സ്റ്റാൻഡേർഡ് ആയിട്ട് പ്രീ ഡിറ്റർമിൻ ആയിട്ട് ഒന്ന് വെച്ചിട്ടുണ്ടാവും. അതുപോലെ തന്നെ അതിന്റെ വേരിയൻസ്, അപ്പൊ ഇത് ബേസ് ചെയ്ത് കുറെ ഫോർമുലാസ് ഒക്കെ നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാനുണ്ട് അല്ലെങ്കിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. അപ്പൊ അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അധികവും വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം ഒരു ക്വസ്റ്റ്യൻ. സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് ഫോർ മാനുഫാക്ചറിങ് 1000 യൂണിറ്റ് ആണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഓഫ് ആൻ ഔട്ട്പുട്ട് ഈസ് 400. 1000 യൂണിറ്റ് അവിടുത്തെ ഒരു ഔട്ട്പുട്ട് എന്ന് പറഞ്ഞത് എത്രയാണ്? 400 kgs ഓഫ് മെറ്റീരിയൽ എന്നാണ് പറയുന്നത്. അതിന്റെ റുപ്പീസ് എന്ന് പറയുന്നത് 2.50 per kg ആണ് അവിടെ കണക്കാക്കുന്നത്. എന്നാൽ ആക്ച്വൽ കമ്പയർ ചെയ്യുമ്പോൾ വെൻ 2000 മെറ്റീരിയൽ ആണ് 2000 യൂണിറ്റ് ആണ് പ്രൊഡ്യൂസ് ചെയ്തത്, അതിന്റെ ആക്ച്വൽ കൺസംഷൻ
എത്രയാണ് 825 കിലോഗ്രാം ആണ് വന്നിട്ടുള്ളത് അറ്റ് ദ പ്രൈസ് ഓഫ് ₹2.570 per kg എന്നാണ്. അപ്പോൾ ആക്ച്വലും തന്നിട്ടുണ്ട്, നമുക്ക് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡും തന്നിട്ടുണ്ട്. വി ഷുഡ് കമ്പയർ, നമ്മളത് കമ്പയർ ചെയ്യണം അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ ക്വസ്റ്റ്യൻ നോക്ക്, നിങ്ങൾ 1000 യൂണിറ്റിനാണ് 400 kg എന്നാ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ഇവിടെ ആക്ച്വൽ ആയിട്ടുള്ള കേസിൽ നോക്ക്, നിങ്ങൾ അവിടെ എന്ത് ചോദിച്ചത് 2000 kg ആണ്. അത് ശ്രദ്ധിക്കണം, നമ്മൾ പെട്ടെന്ന് അങ്ങ് ചെയ്യും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും 1000 കമ്പയർ ചെയ്ത് അങ്ങനെയാണ് പോവുക. പക്ഷെ അതല്ല, 1000 യൂണിറ്റ് ആണ് 400 kg. പിന്നെ ആക്ച്വലി നമ്മൾ എന്തിലാ കമ്പയർ ചെയ്യുന്നത് 2000 യൂണിറ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ഈ 1000നെ 2000ലേക്ക് മാറ്റണം ഫസ്റ്റ് ഓഫ് ഓൾ. അപ്പൊ നോക്കാം ഓപ്ഷൻസ്. ₹67.50 ഫേവറബിൾ ആണോ അതുപോലെ തന്നെ അൺഫേവറബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. 65.50 ഓപ്ഷൻ അഡ്വേഴ്സ് ആണ്, അൺഫേവറബിൾ ആണെന്ന് ഉദ്ദേശിച്ചത്. ദെൻ 62.50 ഫേവറബിളും അൺഫേവറബിളും. അപ്പൊ ഇത് കേസ് ചെയ്തിട്ട്, ഇത് ബേസ് ചെയ്തിട്ട് നമുക്ക് വരുന്നത് എങ്ങനെയാണ് ഇത് ചെയ്യുന്നത് നമുക്ക് നോക്കാം. What do you mean by material use? ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്താ നമ്മൾ മനസ്സിലാക്കണം. അപ്പൊ എന്താ മെറ്റീരിയൽ, ആക്ച്വൽ ക്വാണ്ടിറ്റി ഓഫ് മെറ്റീരിയൽ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും കമ്പയർ ചെയ്യുന്നതാണ് എന്ത് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അത്രേ ഉള്ളൂ. അപ്പൊ സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്ന് പറയും. സ്റ്റാൻഡേർഡ് പ്രൈസും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ്. അപ്പൊ സ്റ്റാൻഡേർഡ് പ്രൈസ് നമ്മൾ എന്ത് ചെയ്യും, രണ്ടിലും കമ്പയർ ചെയ്യും. അപ്പോൾ ഇതിന്റെ ഫോർമുല വരുന്നത് എന്താണ്, സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ ക്വാണ്ടിറ്റി എന്നുള്ള രീതിയാണ് വരുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ നമ്മൾ ഉദ്ദേശിക്കുക. ആക്ച്വലും സ്റ്റാൻഡേർഡും കമ്പയർ ചെയ്യും. ആക്ച്വൽ ഈസ് ഗ്രേറ്റർ ദാൻ സ്റ്റാൻഡേർഡ് ആവുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസിലാണ് നമ്മൾ എന്താക്കുന്നത്. അപ്പോൾ നോക്കാം, ഫേവറബിൾ കേസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വൽ കോസ്റ്റ് ഈസ് ലെസ് ദാൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിനേക്കാളും കുറവാണ് ആക്ച്വൽ കോസ്റ്റ് എന്ന് വെച്ചാൽ ഫേവറബിൾ ആണ്. ആക്ച്വൽ കോസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആണെങ്കിൽ അതെന്താണ്, അത് ഫേവറബിൾ ആവുന്ന കേസ് ആണ് വരുന്നത്. അതാണ് പറഞ്ഞത് വേരിയൻസ് വിത്ത് ഡിഫറൻസ് ബിറ്റ്വീൻ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ആൻഡ് ആക്ച്വൽ കോസ്റ്റ് ആണ് വേരിയൻസ് മേ ബി ഫേവറബിൾ വേരിയൻസ് ഓർ അൺഫേവറബിൾ വേരിയൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത് ബേസ് ചെയ്ത് നമ്മൾ ആദ്യം നോക്കേണ്ട ഒരു കേസ് ഉണ്ട്. എന്താ വെച്ചാൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് നമുക്ക് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. ഇതിന്റെ കൂടെ അതും കൂടി പറയാണ്, മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്നും മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്നും. മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് എന്താണ് ആക്ച്വൽ പ്രൈസ് ആണ് എന്ത് വരുന്നത് മെറ്റീരിയൽ പ്രൈസ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ. മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ആണ് സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് ആക്ച്വൽ പ്രൈസ് ആണ് എന്ത് പറയുന്നത് മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ആണ്. ഇനി മെറ്റീരിയൽ മിക്സ് വേരിയൻസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് ഉണ്ട്. ഇത് ബേസ് ചെയ്ത് ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്, അപ്പൊ നമുക്ക് ഒന്നും കൂടി പറയാം. ഇനി അത് ബേസ് ചെയ്ത് നമുക്ക് നോക്കാം, ആ ഒരു ക്വസ്റ്റ്യൻസിന്റെ ആൻസർ നോക്കാം, എന്താണ് വരുന്നത് നോക്കാം കേട്ടോ. എന്താ വരുന്നത്, സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ 400 kg ആണ് 4000 യൂണിറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, അതിന് 2000ലേക്ക് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കും, 2000ലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യുമ്പോൾ അത് 400 kg ഡബിൾ ചെയ്യും അല്ലെ. അപ്പൊ എത്ര വരും, 800 kg. ഇതാണ് സ്റ്റാൻഡേർഡ് മെറ്റീരിയലിന്റെ കേസ്. നെക്സ്റ്റ് ആക്ച്വൽ മെറ്റീരിയൽ ആണ്. ആക്ച്വൽ മെറ്റീരിയൽ എത്രയാണ്, 825 കിലോഗ്രാം for 2000 യൂണിറ്റ് ആണ്. ഇത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള കാര്യം. സ്റ്റാൻഡേർഡ് പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്, നമ്മൾ സ്റ്റാൻഡേർഡ് പ്രൈസ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. 2.50 ആണ് സ്റ്റാൻഡേർഡ് പ്രൈസ്. അപ്പൊ എന്തായിരുന്നു ഫോർമുല വരുന്നത്, എന്തായിരുന്നു മെറ്റീരിയൽ യൂസേജിന്റെ ഫോർമുല വരുന്നത്, സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു അല്ലെ, സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു എന്ത് ചെയ്യും, സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ കോസ്റ്റ് അല്ലെ, സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി SQ മൈനസ് AQ ആണ് എന്താക്കുന്നത് ഇതിന്റെ മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് എന്ന് പറയുമ്പോൾ സ്റ്റാൻഡേർഡ് പ്രൈസ് 2.50, 800 മൈനസ് 825. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, മൈനസ് 62.5 ആണ് എന്ന് പറഞ്ഞാൽ ഇത് ഫേവറബിൾ ആണോ അൺഫേവറബിൾ ആണോ, നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ എന്താണത് അൺഫേവറബിൾ ആണ് അല്ലെ, എന്നാൽ അഡ്വേഴ്സ് ആയിട്ടുള്ള റിസൾട്ട് ആണ് എന്താക്കുന്നത് ആ ഒരു ക്വസ്റ്റ്യന് വരുന്നത്. അപ്പൊ ഏതാ അതിന്റെ ഓപ്ഷൻ വരുന്നത്, ₹62.50 അഡ്വേഴ്സ്. ഓപ്ഷൻ ഡി ആണ് എന്താക്കുന്നത് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ, ഇത് പഠിക്കണം കേട്ടോ, ഈ ഫോർമുലാസ് ഇമ്പോർട്ടന്റ് ആണ്, അത് പഠിക്കണം, ആ എല്ലാ ഫോർമുലാസും വരണം, കാരണം അത് ഇത്രയും ചോദിക്കാറുണ്ട് ആ ഭാഗത്തുനിന്ന്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. Net profit after tax of a firm is ₹1 lakh. 1 lakh ആണ് നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എന്ന് പറഞ്ഞാൽ ഏർണിംഗ് ബിഫോർ ടാക്സ്, ഏർണിംഗ് ആഫ്റ്റർ EAT ആണ് അല്ലെ, നെറ്റ് ആഫ്റ്റർ ടാക്സ് ആണ്. EAT എത്രയാണ് വരുന്നത്, 1 lakh.
ആൻഡ് ഇറ്റ്സ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ്. ഫിക്സഡ് ഇൻ ദ ലോങ് ടേം ഡെപ്സിന്റെ ഫിക്സഡ് ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? ₹20,000 ആണ് വരുന്നത്. വാട്ട് ഈസ് ദ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. എന്തായിരുന്നു ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോന്റെ ഫോർമുല? ഞാൻ ഇപ്പൊ നേരത്തെ പറഞ്ഞിട്ടുള്ളൂ. എന്തായിരുന്നു അത് പറഞ്ഞത്? നമ്മൾ EBIT, ഏർണിംഗ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സും എന്തും കമ്പയർ ചെയ്യും, ഇൻട്രസ്റ്റ് കൂടി കമ്പയർ ചെയ്തിട്ടാണ് നമ്മൾ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കണ്ടെത്തുന്നത്. നോക്കാം നമുക്ക്. അതിൽ റേറ്റ് ഓഫ് ഇൻകം ടാക്സ് എത്രയാണ് വരുന്നത്? 60% ആണ്. ഇനി അതിന്റെ ഓപ്ഷൻസ് നോക്കാം. ഓപ്ഷൻ A 13 ടൈംസ്, പിന്നെ B 13.5 ടൈംസ്, C 12.5 ടൈംസ്, D 5 ടൈംസ്. ഇതാണ് ഇതിന്റെ ഓപ്ഷൻസ് ആയിട്ട് വരുന്നത്. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഇത് കാണുക. അപ്പൊ അത് ആദ്യം നമുക്ക് EBIT കാണണം അല്ലെ. എങ്ങനെ EBIT കാണണം? ഇവിടെ നോക്ക്, ആഫ്റ്റർ EAT ആണ് തന്നത്, ആഫ്റ്റർ ടാക്സ് ആണ് തന്നിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇതിന്റെ കൂടെ നമ്മൾ ടാക്സും ആഡ് ചെയ്യണം, അതുപോലെ തന്നെ എന്തും ആഡ് ചെയ്യണം? ഇൻട്രസ്റ്റും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ EBIT നമുക്ക് കിട്ടുള്ളൂ. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ അതാണ് ചെയ്യേണ്ടത്. നമുക്ക് നോക്കാം. ബിഫോർ ടാക്സ് ആണ്, ഏർണിംഗ് ബിഫോർ ടാക്സ് ആണ്. അപ്പോൾ നെറ്റ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ഡിവൈഡഡ് ബൈ എന്താണ്? 1 മൈനസ് ഇൻകം ടാക്സ് റേറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക? ബിഫോർ ടാക്സ് കണ്ടെത്തുക. അപ്പൊ നമ്മൾ ഏർണിംഗ് ബിഫോർ ടാക്സ് എന്ന് പറഞ്ഞാൽ 1 lakh ആണ് നെറ്റ് പ്രോഫിറ്റ്, അതിന്റെ കൂടെ 60% ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 1 മൈനസ് 0.6 എന്ന് പറഞ്ഞാൽ 4 അല്ലെ, 0.40. അപ്പൊ 1 lakh ഡിവൈഡഡ് ബൈ 0.40 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 2,50,000 ആണ് എന്ത് വരുന്നത്? ഏർണിംഗ് ബിഫോർ ടാക്സ്. ഇനി ഇതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുക? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് 20,000 ആണ് ഇൻട്രസ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ഇതിന്റെ കൂടെ EAT അല്ലെ, EBTന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യും? പ്ലസ് ഇൻട്രസ്റ്റും കൂടി നമ്മൾ ആഡ് ചെയ്യും. അതാണ് 2,50,000 പ്ലസ് 20,000, 2,70,000. ഇതാണ് ഇവിടെ EBIT എന്ന് പറയുന്നത്. അപ്പോൾ EBIT കട്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ കാണാൻ പറ്റും. EBIT ഡിവൈഡഡ് ബൈ ഇൻട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 2,70,000 ഡിവൈഡഡ് ബൈ 20,000 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 13.5 ആണ് ഇവിടുത്തെ ഇൻട്രസ്റ്റ് കവറേജ് റേഷ്യോ എന്ന് പറയുന്നത്. എന്താ ഇതിന്റെ മെയിൻ? ദിസ് ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ഫേം ഏർണിംഗ് ബിഫോർ ടാക്സ് ആർ 13.5 ടൈംസ് ഫിക്സഡ് ഇൻട്രസ്റ്റ് ചാർജസ്. 13.5 ടൈംസ് നമുക്ക് എന്താ ഇൻട്രസ്റ്റ് പേ ചെയ്യാനുള്ള കപ്പാസിറ്റി, കവറേജ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആ ഫേമിന് ഉണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്. എ സ്ട്രോങ് എബിലിറ്റി ഓഫ് കവറേജിങ് ഇൻട്രസ്റ്റ് കവറേജിങ് എബിലിറ്റി ആ ഒരു ഫേമിന് ഉണ്ട് എന്നാണ് നമ്മൾ എന്താക്കുന്നത്? ഇതുകൊണ്ട് മനസ്സിലാക്കുന്നത്. ഓക്കെ, അതും കൂടി നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എന്താണ് ഓപ്ഷനിൽ വരുന്നത്? ഓപ്ഷൻ B ആണ് എന്ത് വരുന്നത്? 13.5 ടൈംസ് എന്ന് കിട്ടുന്നത്. ക്ലിയർ ആണല്ലോ? റെഡി അല്ലേ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ആസ് പെർ ദ ഇൻഫർമേഷൻ ഗിവൺ ബിലോ വാട്ട് ഈസ് ദ കറക്റ്റ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ്? നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ഉണ്ട്, മെറ്റീരിയൽ യൂസേജ് വേരിയൻസ് ഉണ്ട്, യൂസേജ് വേരിയൻസിൽ തന്നെ മിക്സ് വേരിയൻസ് ഉണ്ട്, ഈൽഡ് വേരിയൻസ് ഉണ്ട് എന്നൊക്കെ. അതിൽ വരുന്ന ഈൽഡ് വേരിയൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ള ചോദ്യം. നോക്കാം. സ്റ്റാൻഡേർഡ് ഇൻപുട്ട് എന്ന് പറഞ്ഞത് 100 കിലോഗ്രാം, സ്റ്റാൻഡേർഡ് ഈൽഡ് 90 കിലോഗ്രാം. അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് പെർ kg ഓഫ് ഔട്ട്പുട്ട് ഈസ് ₹20, ആക്ച്വൽ ഇൻപുട്ട് 200 kg, ആക്ച്വൽ ഈൽഡ് 182 kg, ആക്ച്വൽ കോസ്റ്റ് പെർ kg ഓഫ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എത്രയാണ്? ₹90. ഇനി നമ്മളോട് എന്താ പറഞ്ഞത്? സെലക്ട് കറക്റ്റ് ആയിട്ടുള്ളത് കൺസിഡർ ചെയ്യാൻ ഫേവറബിളും അൺഫേവറബിൾ ആയിട്ടുള്ള കേസുകൾ നമുക്ക് എന്താക്കുന്നുണ്ട്? ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ₹40, ₹400, ₹400, ₹38 ഫേവറബിളും അൺഫേവറബിളും കേസുകൾ തന്നിട്ടുണ്ട്. ഇനി നമ്മളോട് ചോദിക്കുന്നത് എങ്ങനെയാണ്? നമുക്ക് എന്താണ് മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് മനസ്സിലാക്കാം. മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് പറഞ്ഞാൽ എന്താ? ഡിഫറൻസ് ബിറ്റ്വീൻ ആക്ച്വൽ എമൗണ്ട് ഓഫ് മെറ്റീരിയൽ യൂസ്ഡ് ആൻഡ് ദ സ്റ്റാൻഡേർഡ് എമൗണ്ട് എക്സ്പെക്ടഡ് ടു ബി യൂസ്ഡ്. ആക്ച്വൽ ആയിട്ട് എത്രയാണ് യൂസ് ചെയ്തത്, സ്റ്റാൻഡേർഡ് കൂടി കമ്പയർ ചെയ്യുക. എന്നിട്ടോ അത് എന്തുകൊണ്ടാണ് നമ്മൾ കമ്പയർ ചെയ്യുന്നത്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ബേസ് ചെയ്തിട്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് നമ്മൾ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് നമ്മൾ കാണുന്നത്. ഇതിന്റെ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസിന്റെ കാരണങ്ങൾ സ്ക്രാപ്പ് വാല്യൂ, സ്ക്രാപ്പ് ആയിട്ടുള്ള കേസ് ഉണ്ടാവും. അതുപോലെ തന്നെ ക്വാളിറ്റിയിൽ വരുന്ന വ്യത്യാസം ഉണ്ടായിരിക്കും. പല രീതിയിൽ സ്പോയിലേജ് ചെയ്യുന്ന, വേസ്റ്റേജ് ആവുന്ന രീതി, ചിലപ്പോൾ എന്താവും ഫ്രൈറ്റ് ഇൻക്രീസ് ആവുന്ന ഡിക്രീസ് ആവുന്ന കേസുകൾ ഉണ്ടാവും. ഇങ്ങനെയൊക്കെ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് വരാനുള്ള സാധ്യതകളുണ്ട്. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് പറഞ്ഞാൽ എന്താണ്? സ്റ്റാൻഡേർഡ് പ്രൈസ് ഇൻറ്റു സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി മൈനസ് റിവൈസ്ഡ് ആക്ച്വൽ ക്വാണ്ടിറ്റി. എന്ന് പറഞ്ഞാൽ ആക്ച്വൽ ആയിട്ട് എത്രയാണോ ക്വാണ്ടിറ്റി വന്നിട്ടുള്ളത് അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റിയും കൂടി നമ്മൾ എന്തിനെ കമ്പയർ ചെയ്യാണ്? സ്റ്റാൻഡേർഡ് പ്രൈസിനെ കമ്പയർ ചെയ്യുന്ന രീതിയാണ് ഇവിടെ വരുന്നത്. റിവൈസ്ഡ് ആയിട്ട് നമ്മൾ തീരുമാനിക്കുന്ന ആ ഒരു ഏരിയ ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ ആക്ച്വൽ ഈൽഡ് വന്നതും അതുപോലെ തന്നെ എന്താണ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഇത് വന്നിട്ടുള്ളതും നമ്മൾ കമ്പയർ ചെയ്യാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. 90 ആണ് സ്റ്റാൻഡേർഡ് ഈൽഡ് എന്ന് പറയുന്നത്,
20 per kg നമുക്ക് തന്നിട്ടുണ്ട് സ്റ്റാൻഡേർഡ് പ്രൈസ്. അപ്പോൾ 90 മൈനസ് 182 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 20 × 92 എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എത്രയാണ്? എത്ര വരുന്നത്? 1840 ആണ് അവിടെ വരുന്നത്. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ സിൻസ് ദ മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് ഇസ് പോസിറ്റീവ്, ഇറ്റ് ഈസ് ഫേവറബിൾ. ദിസ് മീൻസ് ദ കമ്പനി യൂസ് ലെസ് മെറ്റീരിയൽ ദാൻ എക്സ്പെക്ടഡ് ടു പ്രൊഡ്യൂസ്. നമ്മൾ ലെസ് മെറ്റീരിയൽ എങ്ങനെ അത് കാണുന്നത്? ആക്ച്വൽ ശരിക്കും എത്ര വരിക? 90 × 20 ആണ് വരിക അല്ലെ, ആക്ച്വൽ ആയിട്ട് വരിക അല്ലെ. അപ്പൊ 19 × 20 എന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? 19 × 20 ബേസ് ചെയ്തിട്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് അവിടെ 1800 ആണ് ആക്ച്വൽ ആയിട്ട് വരുന്നുണ്ടാവും. പക്ഷെ നമുക്ക് ബേസ് ചെയ്യുന്ന എന്താണ്? നമുക്ക് അവിടെ വന്നുള്ള മെറ്റീരിയൽ ഈൽഡ് വേരിയൻസ് എത്രയാണ്? 1840. അപ്പൊ 40 എന്നുള്ളത് എന്താണ്? നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള കീസ് ആണ്. അപ്പൊ ഓപ്ഷൻ എ ആണ് എന്താക്കുന്നത്? ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Product A requires 10 kg of material at the rate of ₹5 per kg. The actual consumption of material for the manufacturing of product A comes to the 12 kg of material at the rate of 6 per kg. Direct material cost variance. എന്താണ്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തുണ്ട്? അവിടെ പ്രൊഡക്റ്റ് എ റിക്വയർ ആണ്. അവിടെ എന്താണ്? 10 kg ഓഫ് മെറ്റീരിയൽ ആണ്. എത്ര റുപ്പീസ് വരുന്നത്? ആക്ച്വൽ പ്രൈസ് വരുന്നത് എത്രയാണ്? 5 ആണ് അല്ലെ. ദ ആക്ച്വൽ കൺസംപ്ഷൻ ഓഫ് മെറ്റീരിയൽ ഫോർ ദ മാനുഫാക്ചറിംഗ് ഓഫ് പ്രൊഡക്റ്റ് എ, ആക്ച്വൽ ആയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളതാണ് 10 kg at ₹5 എന്ന് പറയുന്നത്. ആക്ച്വൽ ആയിട്ട് എത്രയും വന്നത്? 12 kg ആണ്. റേറ്റ് ഈസ് അപ് ₹6 per kg ആണ് വന്നിട്ടുള്ളത്. നമ്മൾ എന്താ പറഞ്ഞത്? ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് ആണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എന്താ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് പറഞ്ഞാലോ? ഇറ്റ് ഈസ് എ കോസ്റ്റ് അല്ലെ. അവിടെയുള്ള കോസ്റ്റ് അക്കൗണ്ടിങ് മെഷർ ബേസ് ചെയ്തിട്ട് വന്നിട്ടുള്ളതാണ് കോസ്റ്റ് ഡയറക്റ്റ് മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എന്ന് പറയുന്നത്. ഈ ഡയറക്റ്റ് കോസ്റ്റ് വേരിയൻസ് വരാനുള്ള കാരണം എന്താണ്? നമ്മൾ സപ്ലൈസിനൊക്കെ ഓവറായിട്ട് ഡിസ്കൗണ്ട് അലോഡ് ചെയ്യാം, അപ്പൊ ആക്ച്വൽ പ്രൈസ് ലെസ് ചെയ്യും. അതുപോലെ തന്നെ ഷോർട്ടേജ് ഓഫ് റോ മെറ്റീരിയൽസ് ഷോർട്ടേജ് വരും. അപ്പൊ ഓവറോൾ പ്രൈസ് കൂടാനുള്ള സാധ്യത ഉണ്ടാവും. അതുപോലെ തന്നെ കമ്പനി ന്യൂ സപ്ലയേഴ്സിന് നിന്നൊക്കെ പർച്ചേസ് ചെയ്യും. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് നമ്മൾ അതിന് വേരിയൻസ് വരിക. അപ്പൊ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസിന്റെ ഇതെന്താണ്? സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഇൻറ്റു സ്റ്റാൻഡേർഡ് പ്രൈസ് മൈനസ് ആക്ച്വൽ കോസ്റ്റ് ഇൻറ്റു ആക്ച്വൽ ക്വാണ്ടിറ്റി ഇൻറ്റു ആക്ച്വൽ പ്രൈസ് ആണ് നമ്മൾ നോക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യും? 10 × 5 minus 12 × 6 എന്ന് പറയുമ്പോൾ 50 minus 72, 50 minus 72 ആണ് എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ കോസ്റ്റ് വേരിയൻസ് എത്രയാണ്? -12 ആണ് എന്ന് പറഞ്ഞാൽ അൺഫേവറബിൾ കണ്ടീഷൻ ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ നോക്കാം, ഓപ്ഷൻ 2 ആണ് എന്താണ്? ₹22 അൺഫേവറബിൾ കണ്ടീഷൻ ആണ് എന്താക്കുന്നത് ഇവിടെ വരുന്നത്. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ ഫേം ഹാസ് ഇൻവെന്ററി ടേൺ ഓവർ. ഇൻവെന്ററി ടേൺ ഓവർ എത്രയാണ്? 6 ആണ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എന്ന് പറയുന്നത് 2,70,000 ആണ്. With better inventory management, inventory turnover increased. Better inventory management, inventory turnover increased to 5. This would result in. ഇത് കൈസ് ചെയ്യുമ്പോൾ എന്താണ് ഇതിൽ ഉദ്ദേശിക്കുന്നത്? നമുക്ക് തന്നത് ഇൻവെന്ററി ടേൺ ഓവർ എന്ന് പറയുന്നത് ITR അല്ലെ. ഇൻവെന്ററി ടേൺ ഓവർ എത്രയാണ്? 3 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ്? 2,70,000 ആണ്. ബെറ്റർ ഇൻവെന്ററി മാനേജ്മെന്റ്, ഇൻവെന്ററി ടേൺ ഇൻക്രീസ് ടു 5 ആണ്. അങ്ങനെ ചെയ്യുമ്പോൾ എന്താണ് അവിടുത്തെ ചെയ്തിട്ടുണ്ട്? ഇൻവെന്ററി ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ എന്നുള്ള കേസാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. നോക്കാം, ഓപ്ഷൻസ് നോക്കാം. ഇൻക്രീസ് ഇൻ ടേൺ ഇൻവെന്ററി by ₹90,000 ആണ്. അതുപോലെ തന്നെ ഓപ്ഷൻ 2 ഡിക്രീസ് ഇൻ ഇൻവെന്ററി by ₹20,000. ഓപ്ഷൻ 3 ഡിക്രീസ് ഇൻ ഇൻവെന്ററി by ₹36,000. ഡിക്രീസ് ഇൻ ഇൻവെന്ററി by ₹54,000. ഇതാണ് ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷൻസുകൾ അല്ലെ. അപ്പൊ നമുക്ക് നോക്കാം എന്താണ് ഇതിൽ വരുന്ന കേസ്. നമുക്ക് നോക്കാം. ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ആദ്യം എന്താ മനസ്സിലാക്കാം. ദ പർപ്പസ് ഓഫ് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ സ്പീഡ് ഓഫ് ദ ഇൻവെന്ററി, എത്ര വട്ടം അത് ക്യാഷ് ആയിട്ട് മാറുന്നുണ്ട്, സ്റ്റോക്ക് എങ്ങനെ എത്ര വട്ടം അത് സെയിൽ ചെയ്ത് പോകുന്നുണ്ട്, അത് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതൊക്കെ നോക്കാനാണ് നമ്മൾ എന്താക്കുന്നത് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ. ഹൈ റേഷ്യോ ഇൻഡിക്കേറ്റ് ദ ഐറ്റം ഈസ് മൂവിങ് ഫാസ്റ്റ്. ഹൈ റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്? അവിടെ ആ ഒരു ഐറ്റം ഈസി ആയിട്ട് എന്താകുന്നുണ്ട് മാർക്കറ്റിൽ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്, സ്റ്റോക്കിനെ പെട്ടെന്ന് ക്യാഷ് ആക്കി കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഓൺ അതർ ലോ റേഷ്യോ എന്ന് പറഞ്ഞാൽ സ്ലോ മൂവിങ് ഐറ്റം ആണ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. അപ്പോ ITR എന്ന് പറഞ്ഞാൽ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോന്റെ ഫോർമുല എന്താണ്?
കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡഡ് ബൈ ആവറേജ് ഇൻവെന്ററി ആണ് ഇതിന്റെ ക്വസ്റ്റ്യൻ. നമുക്ക് ക്വസ്റ്റ്യനിൽ തോന്നുന്നുണ്ട് ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ എത്രയാണ് 3 ആണെന്നും കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് എത്രയാണ് 2,70,000 ആണെന്ന് തന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും, ആവറേജ് ഇൻവെന്ററി കാണും. ആവറേജ് ഇൻവെന്ററി കാണാൻ എന്ത് ചെയ്യുന്നത് 2,70,000 ഡിവൈഡഡ് ബൈ 3 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും 690,000 എന്ന് കിട്ടും. ഇനി നമ്മളോട് പറഞ്ഞത് ഇഫ് ITR ഇൻക്രീസ് ടു 5 ആയിട്ട് 3 എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യുക 5 ആയിട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ഡിക്രീസ് ആണോ ഇൻക്രീസ് ആണോ ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതേപോലെ തന്നെ എന്ത് ചെയ്യും 2,05,000 = 2,70,000 ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി എന്ന് കാണും. അപ്പൊ ആവറേജ് ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ rupees എന്താണ് 54,000 ആണ്. അപ്പൊ ആദ്യം നമുക്ക് എത്രയായിരുന്നു 90,000 ആണ്, അത് ഏതിലേക്ക് മാറി 54,000. അപ്പൊ എന്താണ് ഡിക്രീസ് അല്ലേ ചെയ്തത്, എത്രയാണ് വരുന്നത് therefore ഇൻക്രീസ് ഇൻ ITR ഇൻക്രീസ് ചെയ്യുമ്പോൾ -36,000 ആണ് വന്നിട്ടുള്ളത്. ഇങ്ങപ്പോ ITR എന്ന് പറഞ്ഞാൽ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് ചെയ്തു നെഗറ്റീവ് ആയിട്ട് എന്നാൽ 36,000 ആണ് വന്നത്. therefore ഇൻക്രീസ് ഇൻ ITR ആവറേജ് ഇൻവെന്ററി ഫോം വിൽ ഡിക്രീസ് ബൈ 36,000. അപ്പോൾ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോ കൂടി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആവറേജ് ഇൻവെന്ററി ഡിക്രീസ് ചെയ്യാണ് സാധിക്കുക ഇസ് ₹36,000. അപ്പോൾ ഇതിന്റെ ഓപ്ഷൻ ഏതാണ്, ഓപ്ഷൻ 3 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണോ? അപ്പൊ നോക്ക് ഇൻവെന്ററി ടേൺ ഓവറും ഒക്കെ നോക്ക്, നിങ്ങൾ നേരിട്ടുള്ള ഡയറക്റ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളല്ല ചോദിക്കുന്നത്, വേറെ രീതിയിൽ കൂടെ കമ്പയർ ചെയ്യാൻ എന്നുള്ള രീതി. ഇപ്പം നെറ്റ് എക്സാമിൻ്റെ ഒരു മാറ്റം നിങ്ങൾ മനസ്സിലാക്കണം. കുറേ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കുമ്പോൾ അതൊക്കെ ഡയറക്റ്റ് ചോദിച്ച ചോദ്യങ്ങൾ നേരെ തല തിരിച്ച് പല വിധത്തിലാണ് എന്താക്കുന്നത് ചോദ്യങ്ങൾ വരുന്നത്. വിച്ച് വൺ ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് നോട്ട് ട്രൂ, ഇതിലേതാണ് ട്രൂ അല്ലാത്തത് അല്ലേ, അതാണ് ചോദ്യം. കൺവേർഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഇൻ ടു പ്രിഫറൻസ് ഷെയർസ് വിൽ ഡിക്രീസ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ. ഡിബഞ്ചേഴ്സ് എന്താ പറയുക, ഡിബഞ്ചേഴ്സിനെ പ്രൊഫഷനിലേക്ക് മാറ്റുമ്പോൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ ഡിക്രീസ് ചെയ്യും എന്നാണ് ഫസ്റ്റ് പറഞ്ഞിട്ടുള്ളത്. രണ്ടാമത്തെ ഓപ്ഷൻ ഹയർ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഇൻഡിക്കേറ്റ് ഹയർ പ്രോഫിറ്റ്. ഹയർ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്ന് പറയുമ്പോൾ അവിടെ എന്താ സംഭവിക്കുന്നത്, ഹയർ പ്രോഫിറ്റ് ആണ് എന്നാണ് രണ്ടാമത്തെ ഓപ്ഷൻ. മൂന്നാമത്തെ ഓപ്ഷൻസ് നോക്കാം. കോസ്റ്റ് ഓഫ് സെയിൽസ് ഇസ് ബെറ്റർ ന്യൂമറേറ്റർ ദാൻ സെയിൽസ് വൈൽ കാൽക്കുലേറ്റിംഗ് സ്റ്റോക്ക് ടേൺ ഓവർ. കോസ്റ്റ് ഓഫ് സെയിൽസിന് ആണ് എന്താക്കുന്നത് സ്റ്റോക്ക് ടേൺ ഓവർ ഏറ്റവും ബെറ്റർ നല്ല ഒരു ന്യൂമറേറ്റർ ആയിട്ട് എടുക്കേണ്ടത് നമ്മൾ ഏതാണ്, കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് സെയിൽസിനേക്കാളും നല്ലത് എന്നാണ് പറയുന്നത് മൂന്നാമത്തെ ഓപ്ഷൻ. നാലാമത്തെ ഓപ്ഷൻ ലോങ് ടേം ലാബിലിറ്റീസ് ഡ്യൂ ഫോർ പേയ്മെന്റ് വിത്തിൻ എ ഇയർ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ കറന്റ് ലാബിലിറ്റി. ലോങ് ടേം ലാബിലിറ്റീസ് ആണ് അത് ഫോർ പേയ്മെന്റ് വിത്തിൻ എ ഇയർ, ഒരു ഇയറിന്റെ ഉള്ളിൽ പേ ചെയ്യാനാണ്, അത് കറന്റ് ലാബിലിറ്റി ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ഷോർട്ട് പീരിയഡിന്റെ ഉള്ളിൽ പേ ചെയ്യുന്ന ലാബിലിറ്റീസിന് കറന്റ് ലാബിലിറ്റി ആണെന്ന് പറയുന്നത്. ഇതിൽ ഏതാണ് ഫോൾസ്, ട്രൂ അല്ല, ഫോൾസ് ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആദ്യം ഓരോ സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കാം എന്താണ് പറയുന്നത്. കൺവേർഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഇൻ എ പ്രിഫറൻസ് ഷെയർസ് വിൽ ഡിക്രീസ് ഇൻ ഇക്വിറ്റി റേഷ്യോ. എന്താ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ? ഫസ്റ്റ് നമ്മൾ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്താണെന്ന് മനസ്സിലാക്കണം. എന്തായിരുന്നു ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഷെയർ ഹോൾഡേഴ്സിന്റെ ഇക്വിറ്റിയും ഡെപ്റ്റേഴ്സും ഡിബഞ്ചറും തമ്മിൽ കമ്പയർ ചെയ്യുന്നതാണ് ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇറ്റ്സ് ക്ലോസ്ലി റിലേറ്റഡ് ടു ലിവറേജ് ആണ്, ലിവറേജിന് ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ട് കാര്യം. അതുകൊണ്ട് തന്നെ ഇതിന് വേറൊരു പേരാണ് ഗീറിംഗ് റേഷ്യോ എന്ന് പറയും, അല്ലെങ്കിൽ ലിവറേജ് റേഷ്യോ എന്നും എന്തിനും പറയും, ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോക്ക് പറയും. അതുകൊണ്ട് തന്നെ കൺവേർഷൻ ഓഫ് ഡിബഞ്ചേഴ്സ് ഇൻ ടു പ്രിഫറൻസ് ഷെയർസ് വിൽ ഡിക്രീസ് ദ ഡെപ്റ്റ് കോമ്പണന്റ് ആൻഡ് ഇൻക്രീസ് ദ ഇക്വിറ്റി. എന്ന് പറഞ്ഞാൽ ഡിബഞ്ചേഴ്സിനെ നമ്മൾ എന്തിലേക്ക് മാറ്റുകയാണ്, പ്രിഫറൻസിലേക്ക് മാറ്റുകയാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഡിബഞ്ചർ എന്ത് ചെയ്യും, കുറയും. അപ്പൊ സ്വാഭാവികമായിട്ടും അവിടെ എന്ത് സംഭവിക്കും, ഇൻക്രീസ് ഇക്വിറ്റി ഷെയർ ഹോൾഡേഴ്സ് കൂടും, കോമ്പണന്റ് വിച്ച് ഇൻ ടേൺ വിൽ ഡിക്രീസ് ഡെപ്റ്റ്. അത് സംഭവിക്കുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ഡെപ്റ്റ് ഇക്വിറ്റി റേഷ്യോ എന്ത് സംഭവിക്കും, ഡിക്രീസ് ചെയ്യും. അപ്പൊ ഇത് റെഡി അല്ലേ? അപ്പൊ ഈ ഒരു ഓപ്ഷൻ 1 എന്താണ്, ഓപ്ഷൻ 1 കറക്റ്റ് ആണ്, ട്രൂ ആണ് അല്ലെ. അപ്പൊ ഇതല്ല തെറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹയർ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഇൻഡിക്കേറ്റ് ഹയർ പ്രോഫിറ്റ്. എന്താ ഓപ്പറേറ്റിംഗ് റേഷ്യോ? വാട്ട് യു മീൻ ബൈ ഓപ്പറേറ്റിംഗ് റേഷ്യോ എന്നാണ് ഫസ്റ്റ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓപ്പറേറ്റിംഗ് റേഷ്യോ ഷോ ദ എഫിഷ്യൻസി ഓഫ് എ കമ്പനി മാനേജ്മെന്റ് ബൈ കമ്പയറിംഗ് ദ ടോട്ടൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഓഫ് എ കമ്പനി. ഒരു ഓർഗനൈസേഷനിൽ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ വരുന്ന എല്ലാ എക്സ്പെൻസും, ഒരു പർട്ടിക്കുലർ പീരിയഡിൽ വരുന്ന എല്ലാ എക്സ്പെൻസും ഫോർ എന്തിനു വേണ്ടിയിട്ട്, റവന്യൂ ക്രിയേറ്റിംഗ്, സെയിൽസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന എല്ലാ എക്സ്പെൻസും എന്താണ്, ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ആണ്. ഓക്കെ,
അപ്പോൾ an operating ratio that is decrease in view as a positive sign. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഡിക്രീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? പോസിറ്റീവ് സൈൻ ആണ്. എന്ന് പറഞ്ഞാൽ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് എന്താണ്? അവിടെ കുറയാണ്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും? അവിടെ നെറ്റ് സെയിൽസ് ഇൻക്രീസ് സ്മാൾ പെർസെൻറ്റേജ്, അവിടെ എന്ത് ചെയ്യും? നെറ്റ് സെയിൽസ് കൂടുക എന്നാണ് അർത്ഥം. എന്നാൽ ഇത് ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഇൻക്രീസ്ഡ്, ഓപ്പറേറ്റിംഗ് റേഷ്യോ ഇൻക്രീസ് ചെയ്യാറുണ്ട് എന്താണ്? അവിടെ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടുകയാണ്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും? സെയിൽസ് കുറയാണ് ചെയ്യുക. അപ്പോൾ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഈസ് ഇൻക്രീസ്ഡ്, ഇറ്റ് ഇൻഡിക്കേറ്റ് ദാറ്റ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഹാവ് ഇൻക്രീസ്ഡ് വിച്ച് റിസൾട്ട് ഇൻ ലോവർ പ്രോഫിറ്റ് ആണ്. ഓക്കെ, ഇവിടെ എന്താ ഓപ്ഷനിൽ പറഞ്ഞത്? ഹയർ ഓപ്പറേറ്റിംഗ് എക്സ്പെൻസ് ഇൻഡിക്കേറ്റ് ഹയർ പ്രോഫിറ്റ് ആണ്. അതാണോ ആൻസർ? അല്ല, ഹയർ ഓപ്പറേറ്റിംഗ് റേഷ്യോസ് പറഞ്ഞാൽ ദാറ്റ് ഇൻഡിക്കേറ്റ് എന്താണ്? ലെസ് അല്ലെങ്കിൽ ലോവർ പ്രോഫിറ്റ് എന്നാണ്. എന്തല്ല? ഹയർ പ്രോഫിറ്റ് എന്നല്ല. അപ്പൊ ഓപ്ഷൻ 2 എന്താണ്? ഫാൾസ് ആണ് അല്ലെ? ഓപ്ഷൻ 2 എന്താണ്? ഫാൾസ് ആണ്. അപ്പൊ ഇതിന്റെ ആൻസർ എന്തായിരിക്കും? ഓപ്ഷൻ 2 ആയിരിക്കും. എന്നാലും നമുക്ക് 3 ഉം 4 ഒന്ന് നോക്കാം. എന്താ തേർഡ് വൺ? കോസ്റ്റ് ഓഫ് സെയിൽസ് ഇസ് ബെറ്റർ ന്യൂമറേറ്റർ ദാൻ സെയിൽസ് വൈൽ കാൽക്കുലേറ്റ് സ്റ്റോക്ക് ടേൺ. സ്റ്റോക്ക് ടേൺ ഓവർ റേഷ്യോ യൂസ് ചെയ്യുമ്പോൾ കോസ്റ്റ് ഓഫ് സെയിൽസ് ആണ് ഏറ്റവും ബെസ്റ്റ്. കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ ന്യൂമറേറ്റ് ആയിട്ട് എടുക്കുന്നത് സെയിൽസിനേക്കാളും നല്ലത് എന്നാണ് ചോദിക്കുന്നത്. ഇൻവെന്ററി ടേൺ ഓവർ മെഷർ ഹൗ എഫിഷ്യന്റ്ലി എ കമ്പനി യൂസസ് ഇസ് ഇൻവെന്ററി ബൈ ഡിവൈഡിങ് ദ കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ഡിവൈഡ് ബൈ ആവറേജ് ഇൻവെന്ററി ആണ്. ഇറ്റ് ഇൻഡിക്കേറ്റ് ദ റേറ്റ് അറ്റ് വിച്ച് കമ്പനി സെൽ ആൻഡ് റീപ്ലേസ് സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ഡ്യൂറിങ് എ പർട്ടിക്കുലർ പീരിയഡ്. പർട്ടിക്കുലർ പീരിയഡിൽ യൂസ് ചെയ്യുന്ന ഒരിതാണ്. അതുകൊണ്ട് തന്നെ കോസ്റ്റ് ഓഫ് സെയിൽസ് തന്നെയാണ്, കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് തന്നെയാണ് നമ്മൾ ഇൻവെന്ററി ടേൺ ഓവർ റേഷ്യോക്ക് യൂസ് ചെയ്യുന്നത് കേട്ടോ. നെക്സ്റ്റ് എന്താണ്? ലോങ് ടേം ലയബിലിറ്റി ഡ്യൂ ഫോർ പേയ്മെന്റ് വിത്തിൻ എ ഇയർ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ കറന്റ് ലയബിലിറ്റി. കറന്റ് ലയബിലിറ്റി ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്താ അങ്ങനെ പറഞ്ഞാല്? കറന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ലിവറേജ് ആണ്, അല്ലെങ്കിൽ ഷോർട്ട് ടേം ഫിനാൻഷ്യൽ ഒബ്ലിഗേഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. നോർമൽ ഓപ്പറേറ്റിംഗ് സൈക്കിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ലോങ് ടേം ലയബിലിറ്റി ഡ്യൂ ഫോർ ദ പേയ്മെന്റ് വിത്തിൻ എ ഇയർ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഒരു ഷോർട്ട് ടേം ആയിട്ട് നമ്മൾ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ലയബിലിറ്റീസ് തന്നെയാണ്. പക്ഷെ അത് ഷോർട്ട് ടേമിന് വേണ്ടിയിട്ട് ഒരു പർട്ടിക്കുലർ പീരിയഡിൽ മാത്രം യൂസ് ചെയ്യുന്ന ആ ഒരു ഫോമിനാണ് കറന്റ് ലയബിലിറ്റി. അതുകൊണ്ട് തന്നെ എന്താണ്? ലോങ് ടേം ലയബിലിറ്റി ഡ്യൂ ഫോർ പേയ്മെന്റ് വിത്ത് ഇയർ. കണ്ടോ, ഷോർട്ട് ടേം ആണ്, ഒരു വർഷം എന്നുള്ള ഇതാണ്. അതെന്തായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത്? കറന്റ് ലയബിലിറ്റി ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പൊ ഏതാണ് ഇതിന്റെ ഓപ്ഷൻസ് വരിക? ഏതാ ഇതിന്റെ ഓപ്ഷൻ വരിക? ഓപ്ഷൻ 2 ആണ് അല്ലെ. ഹയർ ഓപ്പറേറ്റിംഗ് റേഷ്യോ ഇൻഡിക്കേറ്റ് ഹയർ പ്രോഫിറ്റ് ആണ് ഇതിന്റെ എന്ത് വരുന്നത്? ഫോൾസ് സ്റ്റേറ്റ്മെന്റ് വരുന്നത്. അതുകൊണ്ട് ഓപ്ഷൻ 2 ആണ് ഇതിന്റെ ആൻസർ വരുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇതുവരെയാണ് നമ്മളൊരു 10 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. ഓരോ ഏരിയ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ മാനേജ്മെന്റ് അക്കൗണ്ടിലെ ഏറെക്കുറെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു കുറച്ച് പ്രീവിയസ് ഇയറിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.